എന്തൊക്കെ അവിടെ ഉണ്ട്? അത് കോമഡിയല്ല, ആൾക്കൂട്ടല്ല. ഞാൻ കുട്ടികളെ എങ്ങനെയാ ഇങ്ങനെ കുട്ടികളെ സ്കൂളിലൊക്കെ ചെറുക്കാൻ കൊണ്ടുപോകുക. അത് സത്യം ഇല്ലല്ലോ, ഇന്നെ വിളിക്കില്ലല്ലോ ആരും. അത് നീ പുറത്തുള്ള കാര്യം എടുത്തില്ല. ഇനി വിളിക്കില്ലോ അച്ഛനാനം കിട്ടാണെങ്കിൽ വിളിച്ചാലും വിളിച്ചില്ലല്ലോ. ഞങ്ങളുടെ പെങ്ങളിനെ അങ്ങനെ രാത്രി തന്നെ വിളിച്ച് കാര്യം സംഭവം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്റെ പെങ്ങളെ പോലെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പെങ്ങളാണ് എന്ന് ഷിയാസ് കരീം വന്ന സമയത്ത് പറഞ്ഞ അനീഷാണ് ഇപ്പൊ കയറി അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, അത് അനീഷിന്റെ ഗെയിം പ്ലാൻ ആണ് എന്നുള്ളത്. അനുമോളെ തകർക്കാനുള്ള ഗെയിം പ്ലാൻ. ആ ഒരു വിഷയത്തിൽ അനീഷ് ഏകദേശം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ രാത്രി ലൈവില് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. രാത്രി അനുമോൾ ഉറങ്ങിയിട്ടില്ല. അനുമോൾ ഭയങ്കര ടെൻഷനിലാണ്, കരച്ചിലാണ്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അനീഷ് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. പക്ഷേ ഇവിടെ അനുമോൾക്ക് ടെൻഷനായിട്ട് വരുന്നത്, ഇവിടെ ഇനി എന്തുണ്ടാവും, അനീഷേട്ടൻ പ്രതീക്ഷിക്കുമോ, അനീഷേട്ടൻ എന്നോട് ശരിക്കും ഇഷ്ടമാണോ, ഇനി ആ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുമോ, പക്ഷേ ഞാനൊരു സഹോദരനെ പോലെയാണ് സ്നേഹിക്കുന്നത്, ഇനിയിപ്പോൾ ഇത് അനീഷേട്ടൻ്റെ ഗെയിമിനെ ബാധിക്കുമോ, ഇനി അതും പോട്ടെ അനീഷേട്ടൻ്റെ ഫാൻസ് എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭയങ്കര ടെൻഷനിലാണ് അനുമോള്. അത് ആദിലയും നൂറയും രാവിലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അനു നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്, സൈബർ ബുള്ളിങ് പുറത്ത് നടക്കുമോ എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ വന്ന സമയത്ത് അനുമോളുടെ സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ഫാൻസിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അനുമോളാണ് എന്നൊരു കാര്യം അവിടെ പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്കും കൂടി അനീഷ് അവിടെ എടുത്തിടുന്ന സമയത്ത് അനുമോൾക്ക് എതിരെ സൈബർ ബുള്ളിങ് പുറത്ത് നന്നായിട്ട് നടക്കുന്നുണ്ടാകും എന്നൊരു ചിന്ത, ടെൻഷൻ അനുമോളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് കാര്യമാണ്. ഇപ്പൊ നമുക്ക് യൂട്യൂബിലൊന്നും നോക്കി കഴിഞ്ഞാൽ അത്രയ്ക്ക് കാണാൻ സാധിക്കില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ അനുമോൾക്കെതിരെ ഭയങ്കരമായ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാള് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അനുമോൾ എന്തിന് വീണ്ടും പിറകെ ചെല്ലുന്നു, കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ എന്നൊക്കെ കുറെ പേര് ചോദിച്ചുകൊണ്ടൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ ആ ഒരു ടോപ്പിക്ക് സംസാരിച്ച് അവസാനിപ്പിക്കാനാണ് അനുമോൾ ശ്രമിക്കുന്നത്. അതിനെയാണ് അനീഷ് അവസരം കൊടുക്കാത്തത്. അവിടെയാണ് അനീഷിന്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. അവിടെ അനുവിനെ പുറത്തുള്ളവർക്ക് വലിച്ചു കീറാനായിട്ട് ഇട്ടുകൊടുത്ത് അനീഷ് അവിടെ വിക്ടിം കാർഡ് പ്ലേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടുത്തെ പോയിന്റ്. അത് പുറത്തുള്ളവർ ആഘോഷിക്കുന്നു, അനീഷിന്റെ ഫാൻസ്. ഇവിടെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ നെവിന്റെ അടുത്തിരുന്നിട്ട് അനുമോൾ ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. എനിക്കൊരു ബ്രദറിനെ പോലെയാണ്, എനിക്കൊരിക്കലും അയാൾ അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ നെവിന്റെ അടുത്ത് ഇപ്പോൾ പറയുന്ന സമയത്ത് അതേസമയം അനീഷും ഷാനവാസും അവിടെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് പുറത്തിറങ്ങിയതിന് ശേഷം വിവാഹാലോചനയുമായി അനുമുള്ള വീട്ടിൽ പോവാമെന്ന് ഷാനവാസ് അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നെവിൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, നിങ്ങൾ അങ്ങനെ ഒരു ഇഷ്ടം ഉള്ളിൽ വെക്കണ്ട, അനുമോൾക്ക് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു ഇഷ്ടമില്ല, ബ്രദറിനെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ നെവിൻ വന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് വിട്ടുകൊടുക്കുന്നില്ല. ഷാനവാസ് പുറത്തിറങ്ങിയതിന് ശേഷം അവളെ വീട്ടിൽ പോയി ചോദിക്കാം, അവളെ പേരൻസ് കല്യാണത്തിന് സമ്മതിക്കും എന്നൊക്കെയാണ് ഷാനവാസ് അവിടെ പറയുന്നത്. പക്ഷെ നെവിൻ പറഞ്ഞു, ഇല്ല, ഇനിയിപ്പോൾ സമ്മതിച്ചാൽ പോലും ഞാൻ സമ്മതിക്കില്ല കല്യാണത്തിന് എന്നൊക്കെയുള്ള തരത്തില് നെവിനോട് പറഞ്ഞ് അത് അവസാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ നടക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടി ഇന്നലെ രാത്രി അവിടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ അക്ബർ നൂറൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട്, അതായത് അന്ന് രാവിലെ അനുമോളിന്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന രാവിലെ, അതിനുശേഷം അന്ന് രാത്രി അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇത്രേ, ഈ പറയുന്ന അനീഷ്, നമുക്കത് കാണിച്ചിട്ടില്ല, അനീഷ് പറഞ്ഞു ഇത്രേ, ഞാൻ ഒരാളോട് എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്, മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് എന്ന് അനീഷ് പറഞ്ഞു ഇത്രേ. അപ്പൊ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് അനുമോളോട് പറഞ്ഞു. നിങ്ങൾക്കറിയാലോ, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ അനീഷ് എന്തുകൊണ്ട് അന്ന് രാത്രി അക്ബറിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരാളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്, അയാളുടെ മറുപടിക്കായിട്ട് കാത്തിരിക്കുന്നു എന്ന്. മറുപടി പറയാനായിട്ട് പലതവണ അനുമോൾ ശ്രമിച്ചപ്പോൾ മറുപടി കേൾക്കാൻ നിൽക്കാത്ത അനീഷ് എന്തിനങ്ങനെ പറഞ്ഞു? അല്ലെങ്കിൽ അവിടെ നിന്ന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പോയി. അതിനുശേഷം 2 തവണ അനുമോൾ പുറകെ വന്നു മറുപടി പറയാനായിട്ട്. അപ്പോഴും അത് കേൾക്കാൻ കൂട്ടാക്കാത്ത ആളാണ് പിന്നീട് പറയുന്നത് അക്ബറിന്റെ അടുത്ത്, ഞാൻ മറുപടി കാത്തിരിക്കാമെന്ന്. അപ്പൊ അവിടെ തന്നെ അനീഷിന്റെ ഗെയിം നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് രാവിലെ അനുമോൾ പറയുന്നുണ്ട്, ബെഡിൽ ഞാൻ കണ്ണു തുറക്കുന്ന സമയത്ത് അനീഷായിട്ട് എന്നെ നോക്കിക്കൊണ്ട് കിടക്കായിരുന്നു എന്ന് അനുമോൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അനീഷ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുമോൾക്ക് അവിടെ സ്പേസ് കൊടുക്കരുത് എന്നൊരു ഉദ്ദേശം വെച്ചും, അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കണം. അത് സംസാരിക്കുന്ന സമയത്ത് അവിടെ അനീഷിന്റെ വിക്ടിം കാർഡ് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അനുമോൾക്കെതിരെ പുറത്ത് ഒരു തെറ്റിദ്ധാരണ വരികയും ചെയ്യും. ആ ഒരു പക്ക പ്ലാനിങ്
അനീഷ് അവിടെ ഗെയിം കളിച്ചത്. ഇപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടു നിൽക്കുന്നത് അനുമോളാണ്. അവിടെയല്ല ഇവിടെ ഇല്ലാത്തുള്ള അവസ്ഥയിൽ അനുമോൾക്ക് അവിടെ അപ്പോഴും അനീഷിനെ കുറിച്ച് ആലോചിച്ചിട്ട് അനുമോൾക്ക് ടെൻഷൻ ഉണ്ട്. അനീഷിന്റെ ഗെയിമിനെ ബാധിക്കോ, അനീഷിന്റെ ജീവിതത്തെ ബാധിക്കോ, അനീഷ് ഏട്ടനെ ഇനി എൻ്റെ അടുത്ത് ആ ഒരു ഇഷ്ടം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അനീഷിന്റെ ലൈഫിനെ ബാധിക്കില്ലേ, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനീഷിനെ കുറിച്ച് ആലോചിച്ച് അവിടെ അനുമോൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുറത്തുണ്ടാവാൻ പോകുന്ന സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക്, ഞാൻ എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്ന അനുമോളെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അനുമോള് ടെൻഷൻ അടിച്ച് കരഞ്ഞ് വിഷമിച്ച് ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അനീഷ് അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു പ്രണയം പറഞ്ഞ് ഇനി മറുപടി കിട്ടാതെ അത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അനുമോളെ കൂടുതൽ ശ്രദ്ധിച്ച് അനുമോളുടെ അടുത്ത് സംസാരിക്കാനോ ഒന്നിനും തയ്യാറായില്ല, അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അനീഷിന്റെ ഗെയിം പ്ലാൻ സക്സസ് ആയി, ഏകദേശം സക്സസ് ആയിരിക്കാണ്. ആ ഗെയിം പ്ലാൻ അനുസരിച്ചാണ് അനീഷ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ പെട്ടു നിൽക്കുന്നത് അനുമോള് മാത്രമാണ്. ഇപ്പൊ ബിഗ് ബോസ് വീട്ടിനുള്ളിലുള്ള എല്ലാവരും ഇനി പറഞ്ഞു തുടങ്ങും, അനുമോളെ എന്താണ് ഇത് എന്നുള്ള രീതിയിൽ അനുമോളെ ഇനി കളിയാക്കാനും അനുമോളുടെ അടുത്ത് ഇനി എല്ലാവർക്കും ദേഷ്യം വരാനും തുടങ്ങും. എന്തിനാണ് എന്ന് ചോദിച്ചോണ്ട്, നീ എന്തിനാ അനീഷിന്റെ പുറകെ നടക്കുന്നത് കാര്യം പറയാനായിട്ട് എന്നുള്ള രീതിയിലും വരാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നെഗറ്റീവായി മാറിയിരിക്കുന്നത് അനുമോളാണ്. അനീഷ് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കുട്ടിയായിട്ട് ഞാനൊരു പെൺകുട്ടിയുടെ അടുത്ത് ഇഷ്ടം തോന്നിയത് തുറന്നു പറഞ്ഞു, ആ പെൺകുട്ടിയുടെ മറുപടിക്കായിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ള ലെവലിലായി. പുറത്തിറങ്ങിയതിന് ശേഷം വീട്ടുകാരോട് ചോദിക്കാമെന്ന് വരെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു കാര്യങ്ങൾ. പക്ഷെ ആ എത്തിയത് ഷാനവാസുകാരനാണ്. അത് മറ്റൊരു കാര്യം. ഷാനവാസ് മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ ഇനി തിരുമണ്ടനാണോ എന്ന് അറിയില്ല. പല കാര്യങ്ങളും എന്താണ് സത്യമെന്ന് മനസ്സിലാക്കാനായിട്ട് ഷാനവാസിന് കഴിയുന്നില്ല. ഇന്നലെ ഷാനവാസ് അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അനുമോളാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള തരത്തില്. അത് ഷാനവാസിന്റെ തെറ്റിദ്ധാരണയാണ്. കാരണം അവിടെ ഷാനവാസിനെ അനുമോളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളിൽ ഇതുണ്ട്, എൻ്റെ അടുത്ത് നന്ദി പറഞ്ഞില്ല, താങ്ക്സ് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ മനസ്സിലാക്കാനായിട്ട് ഒട്ടും ശ്രമിച്ചിട്ടില്ല ഷാനവാസ്. അവിടെയാണ് ഷാനവാസിന് തെറ്റുപറ്റിയിട്ടുള്ളത്. ഷാനവാസ് അനീഷിനെ മനസ്സിലാക്കി എന്ന് പറയുന്നു. പക്ഷേ അനീഷ് എന്ന് പറയുന്ന ആ കള്ള ഗെയിമറെ മനസ്സിലാക്കാനായിട്ട് ഷാനവാസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനിയിപ്പോ പോട്ടെ, അനീഷിന്റെ റിയൽ സ്നേഹമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് എന്തിനും തന്നെ പറയണമായിരുന്നു അനീഷിനെ. പുറത്തിറങ്ങിയതിന് ശേഷം വിവാഹാലോചനയുമായി അനുമോളുടെ വീട്ടിൽ പോയിക്കൂടായിരുന്നോ? വെറും 9 ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് അനീഷ് ഈ ഒരു കാര്യം അനുമോളുടെ അടുത്ത് പറയുന്നത്. ഈ 9 ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം അനുമോളുടെ അടുത്ത് പറഞ്ഞ് ഫാമിലിയുമായി ആലോചിച്ച് അവിടെ വിവാഹം ഉറപ്പിച്ചിടായിരുന്നു. ഇനി അതും പോട്ടെ, ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ അനുമോളുടെ അടുത്ത് ഇത് പറയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞതിന് ശേഷം അനുമോളെ ആലോചിച്ച് എനിക്ക് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു മറുപടി തന്നാൽ മതി, ഇവിടെ വെച്ച് പറയണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കായിരുന്നു. ഇത് ഇവിടെ വെച്ച് തന്നെ മറുപടി വേണം. അതായത് നമുക്ക് വിവാഹം കഴിച്ചാലോ, മറുപടി പറ. ഇതായിരുന്നു അനീഷ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞ വഴിക്ക് ഒരു പെൺകുട്ടി ശരി ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പറയൂ, ഏതെങ്കിലും പെൺപിള്ളേര് പറയൂ. അപ്പൊ അനീഷ് പൊട്ടനാണോ? ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് അനീഷിന്റെ ഗെയിം എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പിന്നീട് മറുപടി മതി, ആലോചിക്ക്, പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് തീരുമാനിക്കാം, എൻ്റെ ഒരു ഇഷ്ടം ഞാൻ ഇവിടെ വെച്ച് തുറന്നു പറയാണ് എന്ന് അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു മര്യാദയുണ്ട്. പക്ഷേ അവിടെ വെച്ച് തന്നെ അനുമോളെ കൊണ്ട് മറുപടി പറയിക്കാൻ നോക്കുന്നു. അവിടെ അനുമോളുടെ മറുപടി കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നെ അനുമോൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ സ്പേസ് കൊടുക്കാതിരിക്കുക, അനുമോളെ പിന്നാലെ നടത്തിക്കുക. അപ്പോൾ ഇവിടെ അനീഷ് ഉദ്ദേശിക്കുന്നത് അനുമോളെ ഇട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ റിയൽ പ്രണയമായിരുന്നു അനീഷിനെ എന്നുണ്ടെങ്കിൽ അനീഷ് ഇങ്ങനെയല്ല അവിടെ പെരുമാറാം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അനുമോളെ ഇട്ട് കൊടുക്കാനായിട്ട് നിന്ന് കൊടുക്കുക, അനുമോളെ കെയർ ചെയ്യുകയും ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യുക. പക്ഷേ അനീഷ് അവിടെ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അന്ന് ആ സോഫയുടെ ഇടയിൽ കിടന്നുറങ്ങുന്ന അനുമോളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സോഫയുടെ ഇടയിൽ കിടന്നുറങ്ങുമ്പോൾ അനുമോൾക്ക് പില്ലോ ഉണ്ടായിരുന്നില്ലേ, അനുമോൾക്ക് പുതുപ്പുണ്ടായിരുന്നില്ലേ? രാത്രി അക്ബറും ആര്യനും അത് ചൂണ്ടി കാണിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അനുമോള് പില്ലോ വെച്ച് പുതപ്പിച്ച് മൂടി തന്നെയാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ എന്തിനാണ് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അനീഷ് എന്ന പില്ലോ വെച്ചോ ഇന്ന പുതുപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുത്തത്? അത് കൂടുതൽ സ്നേഹമാണെന്ന് കരുതുന്നുണ്ടോ? അതൊക്കെ തന്നെ പുറത്തേക്ക് പോകണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാനും അവിടെ അനീഷിന് സാധിച്ചു. ആ ഒരു പ്ലാനിങ്, അതോടുകൂടി തൻ്റെ പ്ലാനിങ് വിജയിച്ചു എന്ന് തോന്നിയ അനീഷ് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഈ ഒരു ഇതും പ്രണയം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്ലാൻ ചെയ്ത് അവിടെ ലാസ്റ്റ് സമയത്ത് അവിടെ പറഞ്ഞതും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഗെയിം പ്ലാൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെങ്ങളെ പോലെ എന്ന് പറഞ്ഞ പെങ്കുച്ചിനെ കയറി ലാസ്റ്റ് വന്ന് പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ലൈഫ് വെച്ചും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സും വെച്ചിട്ട് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.